കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് യുദ്ധത്തിൻ്റെയൊക്കെ ഭീഷണിയുടെയൊക്കെ നടുവിലായിരിക്കുന്ന നിങ്ങളോടൊപ്പം എനിക്കും അല്പസമയമായിരിക്കാൻ തരുന്ന നല്ല സമയത്തിനായിട്ട് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിലെ എല്ലാം അസ്ഥിരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്ഥിരമായി നിൽക്കുന്ന ആ ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ആശ്രയിക്കാനായിട്ടുള്ളത്. ആ കർത്താവിൻ്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ടവരായിട്ട് ആഴെക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യരോട് തുല്യരായിരിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സുവിശേഷങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. അത് മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 സുവിശേഷങ്ങളിൽ ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് ഒരു 50 പ്രാവശ്യത്തിൽ കൂടുതൽ പ്രാവശ്യം ഈ സെൻറ്റൻസ് കർത്താവ് ആവർത്തിക്കുന്നു. 3 സുവിശേഷങ്ങളിലത് ആവർത്തനമാണെങ്കിലും അതങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അതിന് അല്പം വ്യത്യാസമായിട്ട് ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്നുള്ള ഒരു സെൻറ്റൻസാണ് അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ ഉപയോഗിക്കുന്നത്. ട്രൂലി ട്രൂലി എന്നുള്ള ഒരു അർത്ഥത്തിലാണത് പറയുന്നത്. മറ്റ് സുവിശേഷങ്ങളിലത് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞാണ് കർത്താവ് സുവിശേഷങ്ങളിൽ ഈ ഒരു വാക്യം തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നു. ഇതിനുള്ള ബന്ധത്തിൽ നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നമുക്ക് വായിക്കാം. 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നതിനെ സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങളോട് അറിയിച്ചു തരികയും ചെയ്യും. വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമാണ്. കർത്താവ് ഇവിടുന്ന് പോയാൽ കാര്യസ്ഥൻ അല്ലെങ്കിൽ സത്യത്തിൻ്റെ ആത്മാവ് വരും. ആ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഇവരെ കർത്താവിൽ നിന്നും അനേക സത്യങ്ങൾ കേട്ടു, എന്നാൽ അത് പലപ്പോഴും ആ സത്യം എന്താണെന്നോ അതിൻ്റെ യഥാർത്ഥമായ പൊരുളെന്താണെന്നോ ശിഷ്യർക്ക് പലപ്പോഴും തിരിച്ചറിഞ്ഞിരുന്നില്ല. എന്നാൽ തുടർന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അവരെ നടത്തും എന്നുള്ളതായ ഒരു വലിയ വാഗ്ദാനമാണ് കർത്താവിടെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം, അതുപോലെ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയില്ല എന്നുള്ള കാര്യം, അതുപോലെ ആമീൻ ആമീൻ എൻ്റെ വചനം കേട്ട് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അതുപോലെ ആമീൻ ആമീൻ മനുഷ്യപുത്രൻ്റെ മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനുണ്ട്. അതുപോലെ അനേക കാര്യങ്ങൾ. ആമീൻ ആമീൻ പാപം ചെയ്യുന്ന ഏവനും പാപത്തിൻ്റെ അടിമയാണ്, എൻ്റെ വചനം പാലിക്കുന്നവൻ ഒരിക്കലും മരണം കാണുകയില്ല. ഇതെല്ലാം ആമീൻ ആമീൻ സത്യം സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്ന കാര്യമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ പറഞ്ഞ സത്യങ്ങളെല്ലാം അതിലെല്ലാം എല്ലാത്തിലൂടെയും പരിശുദ്ധാത്മാവ് തൻ്റെ ശിഷ്യരെ നടത്തും എന്നുള്ളതായ ഒരു വലിയ വാഗ്ദാനമാണ് കർത്താവ് ഈ പല ആവർത്തിച്ച് പറഞ്ഞ ഈ കാര്യങ്ങളിലൂടെ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ശിഷ്യർക്ക് വേണ്ടി കർത്താവ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വിശ്വസിക്കണം എന്നുള്ളതാണ് ഈ സത്യം സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു എന്നുള്ള കാര്യത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുന്നു. നമ്മൾ പലപ്പോഴും അത് തുടർച്ചയായിട്ട് കേൾക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ അതിൻ്റെ ആ ഗൗരവം നമുക്ക്
നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? എന്നാൽ ഈ പറയുന്ന ഈ സത്യങ്ങളിലൂടെ എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നടത്തും. അതിലൂടെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ ഇടയാക്കും എന്നുള്ള ഒരു വാഗ്ദാനമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആദ്യം നമ്മൾ വായിച്ച കാര്യങ്ങൾ. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ സകല സത്യങ്ങളെക്കുറിച്ചാണ് കർത്താവ് പല ആവർത്തി ഇവിടെ പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സത്യങ്ങളെയൊക്കെ വിശ്വസിക്കാൻ, അല്ലെങ്കിൽ ഈ കർത്താവ് പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമാണ്, അത് നമ്മൾ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലുള്ള നിർവ്യാജമായ വിശ്വാസം എന്ന് പറയും. അതിലൊരു സംശയമില്ലാതെ അത് നമ്മൾ പൂർണ്ണമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മളിലുള്ള നിർവ്യാജമായ വിശ്വാസം. നമ്മുടെ ആ വിശ്വാസത്തെ ആ നിലയിൽ നമ്മൾ കാണേണ്ടതായിട്ട് ഉണ്ട്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ കർത്താവ് ഇതിനുള്ള ബന്ധത്തിൽ തന്നെ വേറൊരു കാര്യം പറയുന്നു. ഈ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. അപ്പോൾ കർത്താവ് പല സത്യങ്ങൾ പറഞ്ഞു. ഈ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. 17-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം നമ്മളെപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ്. അത് നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെ സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിനും തന്നെ എന്നുള്ള കാര്യമാണ് ഇവിടെ കർത്താവ് പിന്നെ ഓർപ്പിക്കുന്നത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ എത്ര ശ്രേഷ്ഠമായിട്ട് കാണുന്നു, എത്ര കരുതലോടെ കാണുന്നു. കർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ നിവൃത്തിയാകണമെന്നുള്ള വലിയ വാഞ്ചയോടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കാണുന്നു എന്നാണ്. കർത്താവ് പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. പീലാത്തോസ് കർത്താവിനോട് പറഞ്ഞു, തന്നോട് പല ചോദ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തന്നെ അവിടെ പീലാത്തോസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ പീലാത്തോസ് പല കാര്യങ്ങൾ യേശുവിനോട് ചോദിക്കുന്നുണ്ട്. അത് ഒരു ചോദ്യം, നീ രാജാവ് തന്നെ അല്ലയോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞ പോലെ ഞാൻ രാജാവ് തന്നെ, സത്യത്തിന് സാക്ഷ്യം നിൽക്കേണ്ടത് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നും ഇരിക്കുന്നു എന്നാണ് പീലാത്തോസിനോട് കർത്താവ് പറഞ്ഞ ഒരു മറുപടി. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ഞാൻ ലോകത്തിൽ വന്നും ഇരിക്കുന്നു. അതിനുശേഷം പറയുന്ന ഒരു കാര്യം, സത്യതാൽപരരായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ പീലാത്തോസ് മറുപടി പറഞ്ഞ വളരെ വിചിത്രമാണ്. സത്യം എന്നാൽ എന്ത് എന്ന് ചോദിച്ചു എന്നാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ സത്യത്തിൻ്റെ സാക്ഷി നിൽക്കേണ്ടതിനായിട്ട് ഞാൻ ജനിച്ചു, അതിനായിട്ട് ലോകത്തിൽ വന്നു ഇരിക്കുന്നു. സത്യതൽപരരായവരൊക്കെ എൻ്റെ വാക്ക് കേൾക്കുന്നു എന്നുള്ള കാര്യം യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിലെ അതിൻ്റെ 37-ഉം 38-ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ കർത്താവ് സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിനായിട്ടാണ് വന്നത്. അതുപോലെ സത്യതൽപരരായിരിക്കുന്നവർ മാത്രമേ ഈ കർത്താവിൻ്റെ വാക്ക് കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുള്ളൂ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ, കരുണയാൽ ഈ സത്യങ്ങൾ കേൾക്കാനും ഇത് വിശ്വസിക്കാനും ഭാഗ്യം ലഭിച്ചവരാണ് കർത്താവിൻ്റെ ശിഷ്യരെന്നുള്ള നിലയിൽ നാം ഓരോരുത്തരും. ആ നിലയിൽ നമുക്ക് ഈ കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമായിട്ട് എടുക്കുകയും പരിശുദ്ധാത്മാവ് അതിൻ്റെ എല്ലാ കാര്യങ്ങളെയും ബോധ്യമാക്കി തരുവാൻ, നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെയും ബോധ്യമാക്കി തരാനായിട്ട് നമുക്കുള്ള ഒരു താല്പര്യം, സത്യതൽപരത നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രതീക്ഷിക്കുന്നു. സത്യതൽപരരായവരൊക്കെ എൻ്റെ വാക്ക് കേൾക്കുന്നു എന്നുള്ള കാര്യമാണ് അവിടെ കർത്താവ് പറഞ്ഞത്. അപ്പോൾ കർത്താവ് ഈ സത്യത്തെ വളരെ ഗൗരവമായിട്ട് എടുക്കുന്നു എന്നുള്ള കാര്യം. പക്ഷേ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ ന്യായപ്രമാണം അനുസരിച്ചാണ് ഇന്ന് ലോകത്തിലെ പല നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മന്ത്രിമാരൊക്കെ
സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന് പറയുമ്പോൾ അവർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതൊക്കെ ഈ ഒരു ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനം അതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കർത്താവ് പറയുന്നത്, കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത്, കള്ളസത്യം ചെയ്യരുതെന്നും സത്യം ചെയ്തിട്ട് കർത്താവിനെ നിവർത്തിക്കണമെന്ന് പൂർവികന്മാരോട് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാ പറയുന്നത്. അപ്പോൾ അങ്ങനെ ന്യായപ്രമാണത്തിലുണ്ട്. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു, അശേഷം സത്യം ചെയ്യരുത്. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇതിൽ അധികമായി വരുന്നതൊക്കെ ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്നാണ് ഇവിടെ നമ്മൾ കർത്താവ് ഓർപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ന്യായപ്രമാണത്തിൽ ആ സത്യത്തിന് ഇച്ചിരി ഇന്നിപ്പോൾ ലോകത്തിൽ പ്രകാരമുള്ള ഒരു സ്വാതന്ത്ര്യം പലപ്പോഴും തരുന്നുണ്ട്. അതനുസരിച്ചാണ് ഇപ്പോൾ ലോകം പല നിലയിലും പോകുന്നത്. എന്നാൽ കർത്താവ് തൻ്റെ പുതിയ നിയമം സ്ഥാപിച്ചപ്പോൾ ഇതിനപ്പുറമായിട്ടുള്ള ഒരു കാര്യമാണ് ശിഷ്യന്മാരോട് കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്ന ഒരു കാര്യം. ഞാനോ നിങ്ങളോട് പറയുന്നത്, അശേഷം സത്യം ചെയ്യരുത്. നമ്മുടെ വാക്ക് യെസ് ഓർ നോ എന്നായിരിക്കട്ടെ എന്നാണ് ഇവിടെ കർത്താവ് ഓർപ്പിക്കുന്ന ഒരു കാര്യം. പഴയ നിയമത്തിൽ നമ്മൾ നോക്കിയാൽ ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ള മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളെ ശ്രദ്ധിച്ചു നോക്കിയാൽ അവർ പലപ്പോഴും പല അസത്യങ്ങളും പറയുകയും ആ അസത്യങ്ങളൊക്കെ ഈ കാര്യത്തിലൊക്കെ നമ്മൾ അറിയാതെ അംഗീകരിച്ചുമാണ് നമ്മൾ പോകുന്നത്. പ്രത്യേകിച്ച് യാക്കോബിൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ, അതുപോലെ പല സംഭവങ്ങൾ നോക്കുമ്പോൾ പല അസത്യങ്ങളും അവിടെ അത് അംഗീകരിച്ചു പോകുന്ന പോലെ നമുക്ക് പലപ്പോഴും തോന്നാം. നമ്മൾ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ അമാലേക്യരെ മുഴുവൻ സംഹരിക്കണമെന്ന് ശമൂവേൽ മുഖാന്തരം ശൗലിനോട് ദൈവം ആവശ്യപ്പെട്ടു. അമാലേക്യരെ മുഴുവൻ നിർമൂലമാക്കണം. പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് യാത്ര ചെയ്ത് കനാലിലേക്ക് പോകുമ്പോൾ അമാലേക്യർ പിറകിൽ നിന്ന് ആക്രമിക്കുകയും അവിടെ അവരുടെ ക്ഷീണിതരായിരുന്നവരെയൊക്കെ പല ഉപദ്രവങ്ങളും കൊല്ലുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് ഇവർ പിന്നത്തേതിൽ കനാൻ ദേശത്ത് വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ രാജ്യമൊക്കെ യഥാസ്ഥാനത്തായി ഇസ്രായേലിന് രാജാവിനെ കൊടുത്തു. ആദ്യത്തെ രാജാവിനോട് പറയുന്ന ഒരു കാര്യമാണ് ഈ അമാലേക്യരെ മുഴുവൻ സംഹരിക്കണമെന്നുള്ളതായ ഒരു കാര്യം. ആ കാര്യം ശമൂവേൽ മുഖാന്തരം ശൗലിനോട് പറഞ്ഞു. അപ്പോൾ ശൗല് ഇത് കേട്ട് അമാലേക്യരോട് യുദ്ധം ചെയ്ത് എല്ലാം കീഴടക്കി അവരുടെ രാജാവായ ആഗാഗിനെയൊക്കെ പിടിച്ചു. എല്ലാ കാര്യങ്ങളും ചെയ്തു. അനേക ആടുമാടുകളെയും കാളകളെയും ഒക്കെ കൊന്നുകളഞ്ഞു. എന്നാൽ ശൗല് ചില നല്ല ആടുകളെയും നല്ല ആരോഗ്യമുള്ള നല്ല കാണാനഴകുള്ള ആടുകളെയും അതുപോലെ കാളകളെയൊക്കെ കൊല്ലാതെ ശേഷിപ്പിച്ചു. കൂടെയുള്ള ജനവും അഭിപ്രായം പറഞ്ഞു, നമ്മളിതിനെ വെറുതെ കൊന്ന് നശിപ്പിച്ച് കളയണ്ട, നമുക്ക് യൂസ് ചെയ്യാമല്ലോ എന്നുള്ള നിലയിൽ ജനവും അത് അഭിപ്രായം പറഞ്ഞു. ശൗലും അത് അംഗീകരിച്ചു. അവർ അങ്ങനെ മേൽത്തരമായ പലതിനെയും ശേഷിപ്പിച്ചു എന്ന് കാണാൻ കഴിയും. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശൗലിനെ കാണാൻ വരുമ്പോൾ ശമൂവേലിൻ്റെ ഉള്ളിൽ കേൾക്കുന്ന അനേക കാളകളുടെയും ആടുകളുടെയും ശബ്ദം, അമാലേക്യരുടെ ആടുകളിൽ കൊല്ലാതെ ശേഷിപ്പിച്ച അവയുടെ ശബ്ദങ്ങളൊക്കെ ശമൂവേൽ അങ്ങനെ കേൾക്കുകയാണ് ഉള്ളിൽ. ഇത് അനുസരിച്ച് ചോദിച്ചത് എന്താ എന്ന് ചോദിച്ചപ്പോൾ, ഈ ശബ്ദങ്ങളൊക്കെ എന്താ എന്ന് ചോദിക്കുമ്പോൾ ശൗല് പറഞ്ഞ കാര്യം പറഞ്ഞ്, ഞാനിങ്ങനെ മേൽത്തരമായതിനെയൊക്കെ ദൈവത്തിന് യാഗം കഴിപ്പിക്കാനായിട്ട് ശേഷിപ്പിച്ചു. വെറുതെ ജനവും അത് ആഗ്രഹിച്ചു, അങ്ങനെ ഞങ്ങൾ മേൽത്തരമായതൊക്കെ ശേഷിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞൊരു ന്യായീകരണമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശൗലിനോട് പറയുന്ന കാര്യം നമ്മൾ 15-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങളോട് നമുക്ക് അതിനുള്ള ബന്ധത്തിൽ വായിക്കാം. 15-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. ശമൂവേലിനോട്, ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്ക് അനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും അവൻ്റെ വാക്കും ലംഘിച്ച്
പാപം ചെയ്തിരിക്കുന്നു. എങ്കിലും എൻ്റെ പാപം ക്ഷമിച്ച് ഞാൻ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോടുകൂടെ പോരണമേ എന്ന് പറഞ്ഞു. പിന്നെ ശമൂവേൽ പോകുവാൻ തിരിഞ്ഞപ്പോൾ അവൻ്റെ നിലയങ്കിയുടെ വിളുമ്പ് പിടിച്ച് വലിച്ചു, അത് കീറിപ്പോയി എന്ന് നമ്മൾ കാണുന്നു. അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം. അപ്പോൾ അവൻ ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എങ്കിലും ജനത്തിൻ്റെയും മൂപ്പന്മാരുടെയും ഇസ്രായേലിൻ്റെയും മുമ്പാകെ ഇപ്പോൾ എന്നെ മാനിച്ച് ഞാൻ നിന്റെ ദൈവമായ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോടുകൂടെ പോരണമേ എന്ന് അപേക്ഷിച്ചു. അപ്പോൾ ശമൂവേൽ ആദ്യം പറഞ്ഞു, ഇനി ഞാൻ നിൻ്റെ കൂടെ വരികയില്ല, നീ ദൈവത്തിൻ്റെ വാക്ക് ലംഘിച്ചുകൊണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശൗലിൻ്റെ ഒരു വിഷയം ഇവിടെ നമ്മൾ കാണുന്നത്, താൻ ഇവിടെ ചെയ്ത തെറ്റോ കാര്യങ്ങളൊക്കെ അതൊക്കെ ക്ഷമ ചോദിക്കുന്നുണ്ട്. പക്ഷേ തൻ്റെ മുമ്പിലുള്ള വിഷയം, താൻ ഇപ്പോഴൊരു രാജ സ്ഥാനത്തിരിക്കുകയാണ്, ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ ഒരു അപഹാസ്യനായി തീരും, ഈ കാര്യങ്ങളൊക്കെ ഈ നിലയിൽ ശമൂവേൽ ഈ കാര്യത്തിൽ ഭിന്നതയുണ്ടായി പോയി എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെയാണ് തൻ്റെ ആ രാജാസ്ഥാനത്തുള്ള തൻ്റെ മാന്യതയൊക്കെയാണ് അവിടെ തന്നെ ഭരിച്ചത്. അതുകൊണ്ട് തന്നെ പറഞ്ഞു, നീ ഇപ്പോൾ എന്നെ മാനിച്ച് ഞാൻ നിന്റെ ദൈവമായ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോടുകൂടെ പോരണമേ എന്ന് അപേക്ഷിച്ചു. അപ്പോൾ തൻ്റെ വിഷയം അതായിരുന്നു, തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ തനിക്കുള്ളതായ ആ മാന്യത നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് താൻ ചെയ്ത തെറ്റിനേക്കാൾ തന്നെ ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ സ്ഥാനത്ത് നമ്മൾ ദാവീദിനെ നോക്കുമ്പോൾ, ദാവീദ് ഇതിനേക്കാൾ വളരെ ലോകപ്രകാരം ദൃഷ്ടിയിൽ നോക്കുമ്പോൾ വലിയ പാപം ചെയ്തപ്പോൾ അത് നാഥാൻ വന്ന് തന്നോട് പറയുമ്പോൾ താൻ നേരെ തിരിച്ചെതിരായിട്ടൊരു കാര്യമാണ് ചെയ്തത്. താൻ ഇതിനെക്കുറിച്ചൊരു സങ്കീർത്തനം തന്നെ എഴുതി പബ്ലിഷ് ചെയ്തു. തൻ്റെ തെറ്റിനെക്കുറിച്ച്, തനിക്ക് ജനത്തിൻ്റെ മുമ്പിൽ തനിക്കുള്ള മാന്യതയൊന്നുമല്ല ദാവീദ് അവിടെ നോക്കിയതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ നിലയിൽ സത്യത്തെ സ്നേഹിക്കുക. സത്യം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ മറിഞ്ഞു കിടക്കുമ്പോഴാണെങ്കിലും അത് വെളിപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ വെളിപ്പെട്ട് കിട്ടുമ്പോൾ നമ്മൾ ആ സത്യത്തെ സ്നേഹിക്കുകയും സത്യത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ മുമ്പാകെ ഏറ്റവും വിലയുള്ള കാര്യം. പ്രത്യേകിച്ച് അമാലിക്കരുടെ കാളകളും ആടുകളും അതിൻ്റെ അകത്ത് ശൗല് വളരെ ബുദ്ധിപരമായിട്ടാണ് ചെയ്തത്. സെക്കൻഡ് ഗ്രേഡ് ആയിട്ടുള്ള എല്ലാത്തിനെയും കൊന്നുകളഞ്ഞു. നമ്മൾ പ്രത്യേകിച്ച് കർത്താവിൻ്റെ ശിഷ്യരിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ, വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, നമ്മുടെ പുകവലി, അതുപോലെ മദ്യപാനം, സിനിമാ തിയേറ്ററിൽ പോയിട്ടുള്ള സിനിമ കാണൽ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കുന്നതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ പല ആടുമാടുകളെയും ഒക്കെ നമ്മൾ പലപ്പോഴും ശേഷിപ്പിച്ചിരിക്കുന്നത്, അല്ലെ നമ്മൾ കൊന്നുകളയണം, അല്ലെ നമ്മളിൽ നിന്ന് എല്ലായ്മ ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ മേൽത്തരമായത് പലതും ശേഷിപ്പിക്കുന്ന അനുഭവങ്ങളെയും നമുക്ക് കർത്താവിൻ്റെ ശിഷ്യരിൽ കാണാനായിട്ട് കഴിയും. അല്ലെങ്കിൽ 1-ാം ഗ്രേഡിലുള്ള ആടുകളെയൊക്കെ അവിടെ ശേഷിപ്പിക്കുക. പരസ്യമായിട്ട് പല കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ പരസ്യമായിട്ട് തന്നെ കൊന്നുകളയുകയും ചെയ്യുക എന്നുള്ള കാര്യങ്ങളും കർത്താവിൻ്റെ ശിഷ്യരിൽ നമുക്ക് കാണാൻ കഴിയും. പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ അകത്തുള്ള പല കാര്യങ്ങളുമാണ്. നമ്മളതിനെ കൊന്നുകളയേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു സഹോദരനൊരു അല്ലെങ്കിൽ ഒരു ആൾക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ പൊങ്ങി വരുന്ന ഒരു സന്തോഷം, അതിനെ കൊന്നുകളയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ജീവനോടെ ഇരിക്കുന്നെങ്കിൽ അതിനെ കൊന്നുകളയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ നന്മ പ്രവൃത്തികളിലെ പാപങ്ങൾ പലതുമുണ്ട്. നമ്മൾ വളരെ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ അത് തന്നെ പാപമായിട്ട് പലപ്പോഴും തരാം, കൊന്നുകളയേണ്ടതായ പാപമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഉദാഹരണത്തിനൊരു വലിയ പരിപാടിക്ക് അല്ലെങ്കിൽ ഒരു ഇവൻറ്റിന് നമ്മൾ വലിയൊരു കോൺട്രിബ്യൂഷനൊക്കെ ചെയ്യുക, നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ കാര്യങ്ങളിലൊക്കെ കാണുന്നതായ ഉയർച്ചകൾ, നമ്മൾ ചെയ്തതിനെക്കുറിച്ചുള്ള ഉയർച്ചകൾ, അതുപോലെ നമ്മുടെ ഉള്ളിൽ കയ്പും പകയും മറച്ചു വെച്ച് പുറമേ കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങൾ, ഇതൊക്കെ ദൈവം നമ്മളിൽ നിന്ന് കൊല്ലണമെന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അതുപോലെ ബഹുമാനിക്കപ്പെടണമെന്നുള്ള ഹൃദയവാഞ്ച, നമ്മൾ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടണമെന്നുള്ള ഹൃദയവാഞ്ച, അതുപോലെ മുറിപ്പെടുന്ന സ്വഭാവങ്ങൾ,
നമ്മൾ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് പത്രോസും യൂദായുടെ അനുഭവം. യൂദാ ഒരു ചെറിയ കാര്യത്തിൽ ആ, ഒരു തിരുത്തലിൻ്റെ മുമ്പിൽ യൂദ മുറിപ്പെട്ടു. എന്നാൽ അതേസമയം പത്രോസിൻ്റെ ജീവിതത്തെ നോക്കിയാൽ ഏറ്റവും കഠിനമായ തിരുത്തലുകൾ തൻ്റെ ജീവിതത്തിൽ ലഭിച്ചു. അല്ലെങ്കിൽ സാത്താനെ എന്നെ വിട്ടുപോ എന്നുള്ളതായ കഠിന വാക്കുകൾ പോലും കർത്താവ് ആ വാക്കുകളാൽ പോലും പത്രോസിനെ കർത്താവ് തിരുത്തി. എന്നാൽ അവിടെ മുറിപ്പെടാതിരുന്നു എന്നുള്ളത് പത്രോസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൈവം ശ്രേഷ്ഠമായിട്ട് കാണുന്ന ഒരു സ്വഭാവമായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഒരു ചെറിയ കാര്യം യൂദായെ തിരുത്തിയപ്പോൾ അത് തൻ്റെ ജീവിതത്തിൽ ഒരു മുറിപ്പാടായിട്ട് തീർന്നു. താൻ കർത്താവിനെ ക്രൂശിക്കാൻ ആ കൂട്ടു നിൽക്കാൻ തക്കവണ്ണം ആ മുറിപ്പാട് വലുതായി തീർന്നു എന്നും നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ പലപ്പോഴും നമുക്ക് കൊല്ലാൻ കഴിയാത്ത നമ്മുടെ പ്രിയപ്പെട്ട പല രഹസ്യ പാപങ്ങൾ, ഇവയെ കൊല്ലാതെ സൂക്ഷിക്കുക, അത് വെച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെ ദൈവം വലുതായിട്ട് കാണുന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് ശൗലിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്നാൽ നമ്മളിത് സൂക്ഷിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും മറവായിരിക്കുന്നില്ല. അതിൻ്റെ നമ്മുടെ ചെവിയിൽ കർത്താവിൻ്റെ ചെവിയിൽ എത്തുന്ന ആടുകളുടെ കരച്ചിലും കാളകളുടെ മുക്കുറയൊക്കെ കർത്താവ് അത് തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വളരെ കാര്യം. നമ്മളത് വളരെ ഗൗരവമായിട്ട് ഇവയെ കൊല്ലാൻ താല്പര്യം കാണിക്കുക, സത്യത്തെ സ്നേഹിച്ച് നമ്മൾ അതിന് തയ്യാറാകുക എന്നുള്ളതാണ് ദൈവം നമ്മളിത് പ്രതീക്ഷിക്കുന്നത്. ഗലാത്യ ലേഖനത്തിലെ 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്: ക്രിസ്തയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു എന്ന് നമ്മളവിടെ കാണുന്നു. അതുപോലെ പഴയ നിയമത്തിലെ പല അർത്ഥസത്യങ്ങളെ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. യാക്കോബ് അനുഗ്രഹം തട്ടി എടുത്ത കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഉൽപ്പത്തി 27-ാം അധ്യായത്തിൽ അത് നമ്മൾ വായിക്കുന്നല്ലോ. ഒരു കള്ളം പറഞ്ഞാണ് അപ്പൻ്റെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നത്. ഇവിടെ യാക്കോബ് ഇസഹാക്കിൽ നിന്ന് മേടിക്കുന്നത് അത് വളരെ അമ്മയുമായിട്ടുള്ള വലിയൊരു ഗൂഢാലോചനയൊക്കെ അതിൻ്റെ പിന്നിൽ നമ്മൾ കാണുന്നു. അങ്ങനെ വളരെ ഒരു വഞ്ചനാപരമായ രീതിയിലാണ് ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്നാൽ അതിന് ചില പോക്കുവഴികളും യാക്കോബിന് പറയാനുണ്ടാവാം. എന്നാൽ ഇവിടെയൊക്കെ നമ്മൾ ഈ കാണുന്ന യഥാർത്ഥ സത്യം നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നില്ല. ഉൽപ്പത്തി 27-ന്റെ-18 നമുക്ക് ഈ യാക്കോബും ഇസഹാക്കും തമ്മിലുള്ള സംസാരമൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾ അതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ 18-ാം വാക്യം 27-ന്റെ-18 യാക്കോബ് ഇസഹാക്കിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്ന കാര്യങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ, അവൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അപ്പ എന്ന് പറഞ്ഞതിന് ഞാനിതാ നീ ആർ മകനെ എന്നവൻ ചോദിച്ചു. യാക്കോബ് അപ്പനോട്, ഞാൻ നിന്റെ ആദ്യജാതൻ ഏശാവ്, എന്നോട് കൽപ്പിച്ചത് ഞാൻ ചെയ്തിരിക്കുന്നു, എഴുന്നേറ്റിരുന്ന് എൻ്റെ വേട്ടയിറച്ചി തിന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. ഇസഹാക്ക് തൻ്റെ മകനോട്, മകനെ നിനക്ക് ഇത്ര വേഗത്തിൽ കിട്ടിയത് എങ്ങനെ ചോദിച്ചതിന് നിന്റെ ദൈവമായ യഹോവ എൻ്റെ നേർക്ക് വരുത്തി തന്നുവെന്ന് അവൻ പറഞ്ഞു. നമ്മളവിടെ കാണുന്നു. ഇസഹാക്ക് യാക്കോബിനോട്, മകനെ അടുത്ത് വരിക, നീ എൻ്റെ മകനായ ഏശാവ് തന്നെയോ അല്ലയോ എന്ന് ഞാനൊന്ന് തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു. യാക്കോബ് തൻ്റെ അപ്പനായ ഇസഹാക്കിനോട് അടുത്ത് ചെന്നു. അവൻ തപ്പി നോക്കി. ശബ്ദം യാക്കോബിൻ്റെ ശബ്ദം, കൈകൾ ഏശാവിൻ്റെ കൈകൾ തന്നെ എന്ന് പറഞ്ഞു. അവൻ കൈകൾ സഹോദരനായ ഏശാവിൻ്റെ കൈകൾ പോലെ രോമമുള്ളവനാകൊണ്ട് അവൻ തിരിച്ചറിയാതെ അവനെ അനുഗ്രഹിച്ചു. നീ എൻ്റെ മകൻ ഏശാവ് തന്നെയോ എന്ന് അവൻ ചോദിച്ചതിന് അതെ എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ പല പ്രാവശ്യം പല ക്വസ്റ്റ്യൻസിനും വളരെ അസത്യം പറഞ്ഞാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ യാക്കോബ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ യാക്കോബിന് പറയാനുള്ള ഒരു കാരണം 25-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. യാക്കോബ് ഇതിനു മുമ്പേ ഈ കാര്യങ്ങൾക്കൊക്കെ മുമ്പേ തന്നെ ഈ തൻ്റെ ഏശാവിൻ്റെ ജ്യേഷ്ഠാവകാശമൊക്കെ മേടിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. 25-ാം അധ്യായം, നമ്മൾ 27-ാം അധ്യായത്തിലാണ് ഈ അനുഗ്രഹമൊക്കെ മേടിക്കുന്നതെങ്കിൽ 25-ാം അധ്യായത്തിൽ ഇതിനു മുമ്പ് പല ഇടപാടുകൾ ഇവർ തമ്മിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും.
25-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം ഈ നമുക്ക് പുതിയ നിയമത്തിലൊക്കെ പറയുന്ന ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. അതിൻ്റെ ചരിത്രം അവിടെ നമ്മൾ കാണുന്നല്ലോ. 25-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ ആ ചുവന്ന പായസം കുറേ എനിക്ക് തരണം, ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ഏതോം ചുവന്നു എന്ന് പേരായി. നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു. അതിന് ഏശാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിനെന്ന് പറഞ്ഞു. ഇന്ന് എന്നോട് സത്യം ചെയ്യുക എന്ന് യാക്കോബ് പറഞ്ഞു. അവൻ അവനോട് സത്യം ചെയ്ത് തൻ്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റു. യാക്കോബ് ഏശാവിന് അപ്പവും പയറും കൊണ്ടുള്ള പായസവും കൊടുത്തു. അവൻ ഭക്ഷിച്ച് പാനം ചെയ്ത് എഴുന്നേറ്റ് പോയി. അങ്ങനെ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് നേരത്തെ ഉള്ള കാര്യം ഇവിടെ നമുക്ക് ഈ അസത്യമായുള്ള കാര്യം കാണാൻ കഴിയും. അപ്പോൾ ഈ പഴയ ന്യായപ്രമാണത്തിൽ ഇതുപോലുള്ളതായ പല അസത്യമായ കാര്യങ്ങൾ, പല കാര്യങ്ങളും നമുക്ക് വൈരുദ്ധ്യമായിട്ട് കാണാവുന്ന കാര്യങ്ങൾ കാണാൻ കഴിയും. അതുപോലെ യോസഫിൻ്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ യോസഫും സഹോദരന്മാരുമായിട്ടുള്ള സംസാരങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ യോസഫിനെ അല്ലെ മിസ്രൈം ദേശത്ത് ധാന്യത്തിനായിട്ട് പോയ സഹോദരന്മാർ യോസഫിനെ കണ്ടപ്പോൾ അവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഉൽപ്പത്തി 42 അധ്യായത്തിൽ നമ്മളത് കാണുന്നല്ലോ. അവർ ഈ യോസഫിനോട് തൻ്റെ സഹോദരന്മാർ പറയുന്ന സംസാരങ്ങൾ നോക്കിയാൽ അവർ പറയുന്നത് അവർ പരമാർത്ഥികളെന്നാണ്, എന്നാൽ അവർ പറയുന്നതൊക്കെ അസത്യമാണ്. 42-ന്റെ 11-ാം വാക്യം അവിടെ നമ്മൾ കാണുന്നത്, ഞങ്ങൾ എല്ലാവരും ഒരാളുടെ മക്കൾ, ഞങ്ങൾ പരമാർത്ഥികളാവുന്നു, അടിയങ്ങൾ ഒറ്റുകാരല്ല എന്ന് പറഞ്ഞു. അതിനവൻ, അടിയങ്ങൾ കനാൻ ദേശത്തുള്ള ഒരാളുടെ മക്കൾ 12 സഹോദരന്മാരാവുന്നു. ഇളയവൻ ഇന്ന് ഞങ്ങളുടെ അപ്പൻ്റെ അടുക്കലുണ്ട്, ഒരുത്തൻ ഇപ്പോൾ ഇല്ല എന്ന് അവരൊരു പരമാർത്ഥികളാണ് എന്നുള്ള നിലയിലാണ് ഈ കാര്യങ്ങളൊക്കെ യോസഫിനോട് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണുന്ന ഒരു കാര്യം, പഴയ ഉടമ്പടിയിൽ പലപ്പോഴും ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള കാര്യത്തിന് വേണ്ടി പോയ മാർഗങ്ങളെയൊക്കെ ന്യായീകരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. എന്നാൽ പുതിയ നിയമത്തിലെ ലക്ഷ്യവും മാർഗവും സത്യമായിരിക്കണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. ആ ഒരു നിലയിലാണ് പുതിയ നിയമത്തിൽ സത്യത്തിന് വില കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു അർത്ഥസത്യങ്ങളോ അല്ലെങ്കിൽ ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടി ഇച്ചിരി കള്ളം പറയുന്നതോ ഒന്നും പുതിയ നിയമം അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ ആ ഒരു പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തൻ്റെ ജീവിതത്തിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് പത്രോസിൻ്റെ ജീവിതത്തിലും ഇതേ അനുഭവം തന്നെയാണ് ബാല്യക്കാര്യത്തിന് മുമ്പിൽ ഉണ്ടാകുന്നത്. തനിക്കൊരു പ്രതിസന്ധി നേരിട്ടപ്പോൾ താൻ വളരെ കള്ള പറയുകയും അതിനുവേണ്ടി സത്യം ചെയ്യുകയും ഒക്കെ ചെയ്തു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ ഒരു ബാല്യക്കാര്യത്തിന് മുമ്പിൽ പത്രോസ് കർത്താവിനെ തള്ളി പറയുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. മത്തായിയുടെ 26-ന്റെ 73, 74 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, മത്തായി 26-ന്റെ 73, 74 വാക്യം, അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്ത് വന്ന് പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിലുള്ളവനാകുന്നു സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. അപ്പോൾ പത്രോസ് ആ പ്രതിസന്ധിയുടെ മുമ്പിൽ സത്യം മറച്ചു വെച്ച് വ്യാജമായിട്ടുള്ള ഒരു സാക്ഷ്യം പറയുകയാണ് എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. എന്നാൽ ഇതേ പത്രോസ് ഏതാനും മാസങ്ങൾക്ക് ശേഷം പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വന്നു. അവർ ശക്തി ലഭിച്ച് സാക്ഷികളായി ഒക്കെ കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഭൂമിയിൽ സഭ സ്ഥാപിതമായി കഴിഞ്ഞപ്പോൾ, 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ പത്രോസ് പറയുന്ന ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, അപ്പോസ്തലപ്രവൃത്തി 5-ന്റെ 3, 5 വാക്യങ്ങൾ, 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലൂടെ നമുക്ക് അതിനുള്ള ബന്ധത്തിൽ വായിക്കാം. അപ്പോസ്തലപ്രവൃത്തിയിൽ 5-ന്റെ
3-5 വരെ. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കുന്നതിന് മുമ്പ് നിന്റേതല്ലായിരുന്നു, വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിൽ നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചതെന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് പ്രാണനെ വിട്ടു. ഇത് കേട്ട് എല്ലാവർക്കും ഭയം ഉണ്ടായി. അപ്പോൾ പുതിയ നിയമസഭ സ്ഥാപിതമായി കഴിഞ്ഞപ്പോൾ സത്യത്തിന് എത്രമാത്രം വില ദൈവം കൽപ്പിക്കുന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നത് എത്ര കുറ്റകരമായ ഒരു കാര്യമാണെന്ന് ഈ സംഭവത്തോടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ആ സാക്ഷ്യം ഇത് കേട്ടവർക്കെല്ലാം വളരെ ഭയമുണ്ടാകത്തക്ക നിലയിൽ ഈ കാര്യങ്ങൾ സംഭവിച്ചു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പത്രോസ് ഇതുപോലെ വളരെ പച്ചയായിട്ട് കള്ളം പറഞ്ഞതാണ്. കർത്താവിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ ഈ ഏതാനും മാസം കഴിഞ്ഞ് ഈ പത്രോസ് തന്നെയാണ് ഇവിടെ അനന്യാസിനോട് ഈ കാര്യം പറയുന്നത്. അപ്പോൾ ഈ കാര്യം എത്ര വ്യത്യാസമായി ആ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ നിലയിൽ പഴയ നിയമ ദൃഷ്ടാന്തങ്ങളെ മാതൃകയാക്കുന്നത് ഒരിക്കലും പുതിയ നിയമത്തിലൊരു യഥാർത്ഥമായ കൃപയുടെ അനുഭവമല്ല. അപ്പോൾ ഈ പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് അത് പ്രത്യേകം പറയുന്നുണ്ട്. 1 പത്രോസ് 5:12 വാക്യം, നിങ്ങളെ പ്രബോധിപ്പിച്ച് നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സത്യകൃപയിലാകുന്നുവെന്ന് സാക്ഷീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥ സത്യകൃപ എന്ന് പറയുന്നത് അർത്ഥസത്യങ്ങളല്ല, സാഹചര്യം പോലെ പറയുന്ന കാര്യങ്ങളല്ല. പുതിയ നിയമത്തിൻ്റെ ആ ഒരു വ്യത്യസ്തത നമുക്കിവിടെ ഈ സത്യത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസും ഇതേക്കുറിച്ച് പറയുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന, ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മയിൽ തന്നെ ഉത്സവം ആചരിക്കുക. അപ്പോൾ സ്വച്ഛതയും സത്യവുമായ അനുഭവമാണ് പുതിയ നിയമത്തിൻ്റെ അനുഭവങ്ങൾ എന്നുള്ള ആ വ്യത്യസ്തതയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ആ നിലയിൽ നമുക്ക് സത്യത്തിന് വേണ്ടി ഒരു നിലപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഈ കാര്യത്തിൽ പ്രലോഭനങ്ങൾ വരുമ്പോൾ അതിന് കീഴടങ്ങാതെ ഇരിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ആ കാര്യത്തിലുള്ള ഒരു സ്വഭാവ ശ്രേഷ്ഠത നമുക്ക് വെളിപ്പെടുത്താനായിട്ട് കഴിയുകയുള്ളൂ. അതിൽ നമുക്ക് പരാജയം വരുമ്പോഴാ നമ്മുടെ ആ സ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠത അവിടെ വെളിപ്പെടാതിരിക്കും. നമ്മുടെ ജീവിതത്തെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സത്യത്തിന് വേണ്ടി നമ്മൾ ജീവിതത്തിൽ നടത്തിയിട്ടുള്ള തിരഞ്ഞെടുപ്പുകളാണ് ഇന്ന് നമ്മൾ കാണുന്നതായ ഓരോ നിലയിൽ നമ്മളെ നിർത്തിയിരിക്കും. നമ്മൾ ആ സത്യത്തെ വിട്ട് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിച്ച് പോയിരുന്നെങ്കിൽ, അഥവാ ഒരു വീഴ്ച വരുമ്പോൾ അതിനെക്കുറിച്ച് അനുതാപമില്ലാത്ത നിലയിൽ നമ്മൾ പോയിരുന്നെങ്കിൽ നമുക്ക് പലപ്പോഴും ആത്മീയമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു അനുഭവത്തിൽ നിൽക്കാനായിട്ട് നമുക്ക് കഴിയുകയില്ല. അപ്പോൾ നമുക്ക് ആ ക്രിട്ടിക്കലായിട്ടുള്ള പ്രത്യേകമായ സാഹചര്യങ്ങളിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്നതായ തിരഞ്ഞെടുപ്പുകളാണ് നമ്മളെ യഥാർത്ഥമായിട്ട് ആ ദൈവിക പാതയിൽ, ആ ഇടുക്കവും ഞെരുക്കവുമുള്ള പാതയിൽ നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു. ആ നിലയിൽ നമ്മൾ ഈ കാര്യങ്ങളെ, ഈ സത്യത്തെ അല്ലെങ്കിൽ സത്യമായ കൃപയെ നമ്മൾ ആ നിലയിൽ ഗൗരവമായിട്ട് കാണണം എന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ സന്തോഷിക്കുക എന്നുള്ള ഒരു മനോഭാവം, സത്യമായത് കാണുമ്പോൾ അതിൽ സന്തോഷിക്കുക. 1 കൊരിന്ത്യർ 13:6 സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്ന ഒരു ഹൃദയം, നമ്മുടെ ഹൃദയം ആ നിലയിൽ രൂപപ്പെടുത്തിയെടുക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ലോകത്തിൽ നോക്കുമ്പോൾ ഒരു പരീക്ഷയിൽ കോപ്പി അടിച്ച് നല്ല മാർക്ക് നേടിയാൽ ഒരു യഥാർത്ഥ സുഹൃത്ത്
അതിൽ സന്തോഷിക്കത്തില്ല. അവനെക്കുറിച്ചൊരു മതിപ്പ് യഥാർത്ഥ ഒരു സുഹൃത്തിനുണ്ടാകുകയില്ല. എന്നാൽ അവൻ പഠിച്ച് സത്യമായിട്ട് ജയിച്ചാൽ അവനോടൊപ്പം സന്തോഷിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അത് ഏതെങ്കിലും കോപ്പി അടിച്ചോ വ്യാജമായിട്ടോ ഇന്ന് ലോകത്തിൽ നടക്കുന്ന പോലെ ചെയ്താൽ അതിൽ യഥാർത്ഥ ഒരു സുഹൃത്തിന് അതിൽ സന്തോഷിക്കാനായിട്ട് കഴിയുകയില്ല. അപ്പം നമ്മൾ ആ നിലയിൽ സത്യത്തിൽ നമ്മൾ സന്തോഷിക്കുന്നവരായിരിക്കണം, സത്യമായതിൽ. അതുപോലെ അസത്യത്തിൽ സന്തോഷിക്കാതിരിക്കുകയും അതിൽ തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ സത്യത്തെ സ്നേഹിച്ചാൽ സ്നേഹിച്ചില്ലെങ്കിൽ ഉള്ള വലിയ അപകടം നമ്മൾക്ക് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 10-ഉം 12-ഉം വാക്യം. അവിടെ നമ്മൾ കാണുന്നത് 2 തെസ്സലോനിക്കർ 2-ന്റെ 10-ഉം 12-ഉം വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്ന, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ ആയിരിക്കുന്ന അന്ത്യകാലത്ത് നമ്മൾ സത്യത്തെ സ്നേഹിച്ചില്ലെങ്കിൽ വരുന്നതായ കഴിയുമെങ്കിൽ വ്രതന്മാരെ കൂടെ തെറ്റിച്ച് കളയുന്ന ഒരു വ്യാപാരം ഉള്ള ഈ ഒരു അന്ത്യകാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എത്ര ഗൗരവമായിട്ട് സത്യത്തെ സ്നേഹിക്കണം എന്ന ഈ വാക്ക് നമ്മളെ ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഓർത്തു നോക്കിയാൽ സാത്താനെയും അതുപോലെ സാത്താനെയൊക്കെ ഈ കാലയളവിൽ കർത്താവ് സാത്താനെ കാൽവറിയിൽ തോൽപ്പിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പോഴും സാത്താനെ ശേഷിപ്പിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ കാര്യപരിപാടികളുടെ ഒരു നിവർത്തീകരണത്തിന് വേണ്ടിയാണ്. അപ്പോൾ സത്യത്തെ സ്നേഹിക്കാതിരുന്നാൽ ഈ സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് അടിമപ്പെട്ടു പോകാനുള്ള എല്ലാ സാധ്യതകളും ഈ അന്ത്യകാലത്ത് കർത്താവ് തൻ്റെ മക്കൾ കൊണ്ട് അനേകർ തെറ്റിപ്പോകാൻ അല്ലെ വഞ്ചിക്കപ്പെട്ടു പോകാൻ ഈ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കി തീർക്കും. ആ നിലയിൽ കർത്താവ് സാത്താനെയും ഈ അന്ത്യകാലത്ത് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളൊരു കഥയാണ്. ഒരിക്കൽ ഒരു സഹോദരനെ വിശ്വാസത്തിൽ നിന്ന് ഉള്ള താല്പര്യമൊക്കെ കുറഞ്ഞ് അങ്ങ് പിന്മാറി ഒരവസ്ഥയിൽ പോകുന്നു. അപ്പോൾ ആ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ പലപ്പോഴും പറയുന്നെങ്കിലും അതിലൊന്നും വേണ്ട ഒരു ഗൗരവം എടുക്കാതെ താനൊരു പൊത്തുവരുത്ത അനുഭവത്തിൽ അങ്ങ് പോകുന്ന ഒരു അനുഭവമായിരുന്നു. പെട്ടെന്ന് തൻ്റെ ജീവിതത്തിൽ ചില പരിശോധനകൾ വന്നു. അല്ലെങ്കിൽ തൻ്റെ ഒരു മകനെ പാമ്പ് കടിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ അലേർട്ടായി പ്രാർത്ഥനകളൊക്കെ ആവശ്യപ്പെട്ടു. അപ്പോൾ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും സാഗ് ബ്രദർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കർത്താവെ, എന്നെ കൊണ്ട് ഇത്രയും നാളായിട്ട് പറഞ്ഞിട്ട് കഴിയാതിരുന്ന കാര്യം ഒരു പാമ്പിനെ കൊണ്ട് ഒരു നിമിഷം കൊണ്ട് കർത്താവ് ചെയ്യിച്ചതിനായിട്ട് സ്തോത്രം എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ സാത്താനെയും പാമ്പിനെയും അതുപോലെ പല ലോകത്തിൽ ദോഷകരമായ പല വസ്തുക്കളെയും ദൈവം നിലനിർത്തിയിരിക്കുന്നത് ഇത്തരം ദൈവത്തിൻ്റെ കാര്യപരിപാടികളുടെ നിവർത്തീകരണത്തിനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എത്രത്തോളം സത്യത്തെ സ്നേഹിക്കുകയും സത്യത്തിൽ സന്തോഷിക്കുന്ന ഒരു മനസ്സ് ഉള്ളവരായി തീരുകയും ചെയ്യണം എന്നുള്ള കാര്യം എത്ര ഗൗരവകരമായൊരു കാര്യമാണ് എന്ന് നമ്മൾ കാണണം. അതുപോലെ സത്യത്തെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മൂടി വെക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നമ്മൾ കാണുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച്. അവിടെ 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉപായം പ്രയോഗിക്കാതെ. നമ്മളതിനെ ഈ വാക്യത്തെ വളരെ ഒന്ന് സ്ലോ ആയിട്ട് വായിക്കുമ്പോൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. പൗലോസ് തൻ്റെ ജീവിതാനുഭവം സാക്ഷ്യപ്പെടുത്തുക. താൻ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് കളയുക, അല്ലെങ്കിൽ അതിനെ ഒരിക്കലും ജീവിതത്തിൽ സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ ഒരു തെറ്റിനെ അല്ലെങ്കിൽ ലജ്ജാകരമായ രഹസ്യങ്ങളെ സ്റ്റോർ ചെയ്യുന്ന ഒരു മനസ്സ് അല്ലെങ്കിൽ
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ഒരു ലോക്കർ പോലെ അതിനെ സൂക്ഷിച്ച് ആരും കാണാതെ വെക്കുന്ന ഒരു അനുഭവം ഇല്ല എന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. ഉപായം പ്രയോഗിക്കാതിരിക്കുക, തെറ്റിനെ ന്യായീകരിക്കുന്ന വേറൊരു കഥ ഉണ്ടാക്കാതിരിക്കുക, ഒരു ന്യായീകരണം അല്ലെങ്കിൽ സ്വയ നീതീകരണത്തിൻ്റെ ഒരു കഥ നമ്മൾ തന്നെ സൃഷ്ടിച്ച് അതിലെ പോകാതിരിക്കുക, ദൈവവചനത്തോട് കൂട്ടുചേർക്കാതിരിക്കുക, ഇച്ചിരി എരിവും പുളിയും ചേർത്ത് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാതിരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പൗലോസ് തൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞത്. ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയുടെ തെറ്റ് മറച്ചു വെക്കാതെ സ്നേഹത്തോടെ തിരുത്തുന്നതാണ് യഥാർത്ഥ സ്നേഹവും ആ നിലയിൽ സത്യം വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ലജ്ജാകരമായ രഹസ്യങ്ങളെ സൂക്ഷിക്കാത്തവരും ഉപായം പ്രയോഗിക്കാത്തവരും ദൈവവചനത്തോട് കൂട്ടുചേർത്ത് അതിനെ ദുർബലപ്പെടുത്താത്തവരും സത്യം വെളിപ്പെടുത്തേണ്ട സമയത്ത് എപ്പോഴും നമ്മൾ വെളിപ്പെടുത്തണമെന്നല്ല, എന്നാൽ വെളിപ്പെടുത്തേണ്ട സാഹചര്യങ്ങളിൽ സത്യം വെളിപ്പെടുത്തുന്നവരും ആയിരിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുള്ളൂ. എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടാൻ വേണ്ടി ഉള്ള നിലയിൽ നമ്മൾ സത്യത്തെ വളച്ചൊടിക്കാതിരിക്കുക എന്നുള്ളതാണ് എത്ര ഗൗരവമായ ഒരു കാര്യമായിട്ട് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് പോലെ എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. എങ്ങനെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കുക, എങ്ങനെങ്കിലും ലോകത്തിൽ മിടുക്കരാകുക എന്നുള്ളതല്ല. നമ്മൾ ദിവ്യ സത്യത്തിൽ നടന്ന് ദൈവത്തിന് പ്രസാദമുള്ള രീതിയിൽ ജീവിക്കുന്നത് കാണാനാണ് നമ്മൾ അന്യോന്യം ആഗ്രഹിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. ആ നിലയിൽ നമുക്ക് ലോകം വിലമതിക്കുന്നതായ ഒരു അംഗീകാരമോ മൂല്യമോ അല്ല ഉള്ളത്. നമ്മൾ ദൈവത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നവരാകാൻ ദൈവം ആഗ്രഹിക്കുന്നല്ലോ. നമ്മൾ ലോകാഭിപ്രായ പ്രകാരം നോക്കിയാൽ പൗലോസ് തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ അത് വർണ്ണിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, 8 മുതലുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ കാണുന്ന മാന അപമാനങ്ങൾ, ദുഷ്കീർത്തി സൽകീർത്തി അനുഭവിച്ചിട്ടും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ബഹുമാനം ലഭിക്കുമ്പോൾ ആ നിലയിൽ, അതുപോലെ അപമാനിക്കപ്പെടുമ്പോൾ ഒക്കെയുള്ള നമ്മുടെ മനോഭാവത്തെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ മാനവും അപമാനവും സംഭവിക്കുന്നുണ്ട്, ദുഷ്കീർത്തി വരുന്നുണ്ട്, സൽകീർത്തി വരുന്നുണ്ട്. ചിലർ പറയുന്നു ചതിയന്മാരാണ് എന്ന് പറയുന്നു, ചിലർ പറയുന്നു സത്യവാന്മാരാന്ന് പറയുന്നു. ഇതിൻ്റെയൊക്കെ നടുവിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം, നമ്മുടെ മനസ്സ് എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യണം? ബഹുമാനം ലഭിക്കുമ്പോൾ വിനയം പാലിക്കുക, അപമാനത്തിൽ നിരാശപ്പെടാതിരിക്കുക, അതുപോലെ പ്രശംസയിലും ദൂഷണത്തിലും സത്യത്തോട് വിശ്വസ്തരായിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇത് നമ്മളെ ബാധിക്കാതിരിക്കും. അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ഒരു ശിഷ്യൻ്റെ അംഗീകാരം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ അംഗീകാരമല്ല, ജനങ്ങളുടെ അഭിപ്രായമല്ല. അത് ദൈവം അംഗീകരിക്കണമെങ്കിൽ അത് നമ്മൾ പൂർണ്ണമായിട്ടും സത്യത്തിൽ ഉള്ളതായിരിക്കണം എന്നുള്ളതായ കാര്യമാണ് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുപോലെ ആത്മീയമായ നമ്മുടെ വളർച്ചയും സത്യവുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പല നിലകളിൽ നമ്മളോട് പറയുന്നുണ്ടല്ലോ. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. അപ്പോൾ ആ നിലയിൽ യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയിൽ സ്നേഹത്തിൽ സത്യം സംസാരിക്കുന്നതും സത്യത്തിൽ ജീവിക്കുന്നതും തമ്മിൽ വളരെ ബന്ധമുണ്ട്. പലപ്പോഴും നമുക്ക് ഈ സ്നേഹവും സത്യവുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. സ്നേഹമില്ലാതെ നമ്മൾ സത്യം പറഞ്ഞാൽ അത് പലരെയും മുറിപ്പെടുത്തും. അതുപോലെ സത്യമില്ലാത്ത ഒരു സ്നേഹം നമ്മളെ വഞ്ചിക്കുന്ന സ്നേഹമാണ്. അതിനെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥ ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത് സത്യം സ്നേഹത്തോടെ പറയുന്ന ഒരു കാര്യമാണ്. ആ നിലയിൽ നമ്മൾ സത്യത്തെ കാണണം.
യേശു എപ്പോഴും കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ്. നമ്മുടെ വാക്ക് കൃപയോടും ഉപ്പിനാൽ രുചി വരുത്തിയും സത്യം പറയണമെന്നാണ് ഇവിടെ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നത്. സത്യത്തിൻ്റെ ഫലം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള നീതിയും വിശുദ്ധിയും എന്ന് പറയുന്നതും എന്നാണ് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നത്. എഫേസ്യർ 4:24-25 വാക്യങ്ങളിൽ അത് വായിക്കുന്നു. സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുക. ആകയാൽ പോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. അപ്പോഴാ പുതിയ മനുഷ്യനെ ധരിക്കുവാൻ സക്കായിയുടെ ജീവിതം ഉദാഹരണമായിട്ട് ദൈവവചനം കാണിക്കുന്നുണ്ട്. പല വ്യാജത്തിലുമായിരുന്ന സക്കായി അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെയും അസത്യത്തിലൂടെയൊക്കെ പണം സമ്പാദിക്കുന്ന ആ തൊഴിലിലായിരുന്ന സക്കായി തൻ്റെ ജീവിതത്തെ പുതിയ മനുഷ്യനെ ധരിച്ചപ്പോൾ എത്ര സത്യത്തിൻ്റെ ഫലമായ ഒരു നീതിയുടെയും വിശുദ്ധിയുടെയും ഫലം തന്നിലൂടെ ഉളവായത് തൻ്റെ വാക്കുകളിൽ നമുക്ക് സക്കായിയുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. സകല സൽഗുണവും നീതി സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം എന്നും എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രായോഗിക അനുഭവങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യത്തിൽ നമ്മൾ ഒരാൾക്കൊരു തെറ്റുപറ്റി നമ്മുടെ അധികം ഒരു ഇടപാടിൽ വരുമ്പോൾ, അധികം പൈസ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അദ്ദേഹം അറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ എണ്ണി അത് കൂടുതലായി കൊടുക്കുമ്പോൾ അതാണ് ഒരു സത്യത്തിൻ്റെ ഫലം. നമുക്ക് സത്യസന്ധമായിട്ട് അദ്ദേഹം നമുക്കത് ലാഭം കിട്ടിയല്ലോ എന്നുള്ളതല്ല, അദ്ദേഹത്തിന് നഷ്ടം വന്നല്ലോ അല്ലെങ്കിൽ സത്യമായൊരു കാര്യമല്ലല്ലോ ഇതെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ആ കാര്യത്തെ സത്യസന്ധമായി ക്രമീകരിക്കുമ്പോഴാണ് ആ സത്യത്തിൻ്റെ ഫലം നമ്മുടെ പ്രായോഗിക ജീവിതത്തിലൊക്കെ വെളിപ്പെടുന്നത്. അല്ലെങ്കിൽ ഏത് നേട്ടത്തെയും അത് സത്യമല്ലാത്തതിനെ നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെടാതിരിക്കുകയും അതിനെ സത്യത്തിൽ സന്തോഷിക്കുകയും സത്യത്തെ സ്നേഹിക്കുകയും സത്യത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു മനസ്സുണ്ടാകുന്ന കാര്യമാണ് ആ പുതു മനുഷ്യൻ്റെ അനുഭവം. നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലെ വലിയൊരു പ്രശ്നമാണ് ഈ കള അല്ലെ പഴയ പോലെ കൃഷികളോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് സ്ഥലം വെറുതെ കിടന്നാൽ കള കയറുക അത് വലിയൊരു പ്രശ്നമാണ്. കള മാറ്റുക എന്ന് പറയുന്നതും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു കൃഷി സക്സസ് ആകണമെങ്കിൽ നമ്മൾ കളകളെ മാറ്റിയാലേ അത് ശരിയാവുള്ളൂ. അല്ലെങ്കിൽ കള മാറ്റിയില്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സാധനം നട്ടാൽ ഏതാനും സമയത്തിനുള്ളിൽ തന്നെ അത് കള വന്ന് മൂടി അതിനെ നമുക്ക് കാണാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോഴാ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഈ അസത്യങ്ങളും ഉപായങ്ങളും നുണകളും വഞ്ചനകളും ഒക്കെ ഇതുപോലൊരു കളകളായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. 1 പത്രോസ് 2 അധ്യായത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ആ നിലയിൽ നമുക്ക് ഇത് കളകളായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളെ കാണണം. അത് നീക്കിയാലേ നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മൾ ആത്മീയമായിട്ടൊരു ഫലവത്തായി തീരുകയുള്ളൂ. ഇത് കൂടാതെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്താലും ഇത് ഫലമായി തീരുകയില്ല എന്നുള്ള നിലയിൽ ഇതിനെ ഗൗരവമായിട്ട് എടുക്കുകയും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഈ വ്യാജത്തെ വെറുത്ത് സത്യത്തെ സ്നേഹിക്കുന്നതിലൂടെയും ദൈവവചനത്തിനായിട്ടുള്ള വലിയ ദാഹത്തിലൂടെയും ആണ് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. കൃഷിയിൽ നമുക്ക് ഈ ചെടികൾക്ക് കള നീക്കി വെള്ളവും വളവും ഒക്കെ കൊടുക്കുന്ന പോലെ അസത്യമാകുന്ന കളകൾ നമ്മുടെ ജീവിതത്തിൽ നീക്കി ആത്മാവിന് വേണ്ടിയുള്ള വലിയ ദാഹവും ആണ് നമ്മളെ ഈ ആത്മീയ വളർച്ചയിലേക്ക് നടത്തുന്നത്. നാം ദൈവത്തിൻ്റെ കൃഷിയാണെന്ന് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ കൃഷിയും ദൈവത്തിൻ്റെ ഗ്രഹനിർമ്മാണവും എന്നൊക്കെ ഉള്ള സാദൃശ്യത്തിൽ ദൈവവചനം ആ നിലയിൽ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ കാണുവാൻ നമ്മൾ സത്യത്തോടുള്ള ബന്ധത്തിലുള്ള അനേക കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും.
കർത്താവ് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞതായ കാര്യങ്ങൾ ഒക്കെ നമുക്കൊരു വാക്കായിട്ട് അവിടെ നിൽക്കാതെ ആ സത്യത്തിൽ ആ, വിശ്വസിച്ച് ആ സത്യത്തിൽ ജീവിക്കാനായിട്ടാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ സത്യമായുള്ള ചിന്തിക്കണം, സത്യം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്, സത്യം അറിയണം. സത്യം അറിഞ്ഞാലാണ് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുന്നത്. സത്യം നമ്മൾ വിശ്വസിക്കണം. വിശ്വസിച്ചാലേ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാൻ കഴിയുള്ളൂ. നമ്മുടെ വാക്കുകളിൽ നമ്മൾ സത്യം പറയുന്നവരായിരിക്കണം. സത്യത്തിൽ എപ്പോഴും നമ്മൾ സന്തോഷിക്കുന്നവരാകണം. അതുപോലെ സത്യത്തെ സ്നേഹിക്കണം. ഇതുപോലുള്ള പല കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സത്യത്താൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അതുപോലെ സത്യത്തെ നമ്മൾ പിന്തുടരേണ്ടതായിട്ടുണ്ട്. അതുപോലെ സത്യം അരക്കി കെട്ടണമെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വായിച്ച പോലെ സത്യത്താലാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. അതുപോലെ കർത്താവ് നിർമ്മലനായിരിക്കുന്ന പോലെ നമ്മൾ നിർമ്മലരായി തീരണം. കർത്താവ് രണ്ടാമത് പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ അവരോട് സദൃശന്മാരാകും. അതാണ് സത്യമായ ഒരു പ്രത്യാശ എന്ന് പറയുന്നത്. ഈ നിലയിലുള്ള സത്യമായ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുകയും അതിൽ പ്രത്യാശ വെക്കുകയും ചെയ്യണം എന്ന് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന പോലെ ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ തൻ്റെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ എന്ന് നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നു. ആ നിലയിൽ നമുക്ക് ഈ സകല സത്യത്തിലും പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം. പല വ്യാജങ്ങളും അസത്യങ്ങളും നിറഞ്ഞ ഒരു ആദാമ്യ തലമുറയിലാണ് നമ്മൾ ജനിച്ചതും വളർന്നതും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ഈ സകല സത്യത്തിലും നമ്മൾ നടത്തപ്പെടണം. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ഓരോ ശിഷ്യരും ആ നിലയിൽ കർത്താവിൻ്റെ നാളിലേക്ക് ഒരുക്കപ്പെടണം. ഈ തലമുറയുടെ നടുവിൽ നമ്മൾ സത്യത്തിൽ നടക്കുന്നവരായി തീരണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് എല്ലാ അനുഭവങ്ങളിലും ആഗ്രഹിക്കുന്നു. നമുക്കും അത് ആഗ്രഹിക്കാം. ദൈവത്തിൻ്റെ മുമ്പാകെ ഞാനും അതിനായിട്ട് എന്നെ താഴ്ത്തുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് തന്ന നല്ല രാത്രി സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. നിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാൻ ഞങ്ങൾക്ക് തന്ന സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, നിൻ്റെ വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഉള്ള എല്ലാ കർത്താവെ കളകളുടെ അനുഭവങ്ങളെ ഞങ്ങൾ നീക്കണമേ. നിൻ്റെ വചനത്തിനായുള്ള, നിൻ്റെ ആത്മാവിനായുള്ള വലിയ ദാഹത്തോടെ ഈ കാലയളവിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരു അന്ത്യകാലത്ത് ജീവിക്കാനായിട്ട് നിർണയിക്കപ്പെട്ടുള്ളവരെന്നുള്ള നിലയിൽ കർത്താവെ, ഞങ്ങളധികം സത്യത്തെ സ്നേഹിച്ചും ഈ അന്ത്യകാലത്ത് കർത്താവിൻ്റെ നാളിലേക്ക് ഒരുക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ ഞങ്ങൾ സത്യത്തിൻ്റെ സാക്ഷികളായി നിൽക്കാൻ എല്ലാ നിലയിലും പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിക്കണമേ. മഹത്വത്തിനായിട്ട് അവിടുന്ന് എല്ലാം ചെയ്യണം. എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൻ്റെ പിതാവേ, ആമേൻ.